welcome to our channel achnishub. ഇന്നത്തെ വീഡിയോയിൽ ടിഷ്യൂ ബോക്സസ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സസ് വെച്ചിട്ട് നമ്മുടെ ഹോം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ടിഷ്യൂ ബോക്സസ് എടുത്ത് വെച്ചാലും നമുക്ക് ഹോം ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ടിഷ്യൂ ബോക്സസിന് പകരം നമുക്ക് കാർഡ്ബോർഡ് ബോക്സസും യൂസ് ചെയ്യാം. ടിഷ്യൂ ബോക്സസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈക്വൽ സൈസിലുള്ള ബോക്സസ് നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സാധാ കാർഡ്ബോർഡ് ബോക്സസ് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും യൂസ് ചെയ്യാം ഇവിടെ. ഇപ്പം നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു ടിഷ്യൂ ബോക്സ് വർക്കും പിന്നെ ഒരു മൊബൈൽ ഹോൾഡറാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ടിഷ്യൂ ബോക്സസ് സെറ്റ് ചെയ്യുമ്പോൾ അതിന് വെയിറ്റ് താവുമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഡബിൾ സ്റ്റിക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കധികം വെയിറ്റ് അതിൽ വെക്കാൻ പറ്റില്ല, അത് വിട്ടുപോരും. നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് ടിഷ്യൂ ബോക്സസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട, ഇതെങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ ഇതുപോലെ ഒരു ടിഷ്യൂ ബോക്സ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ വെയിറ്റ് ഒക്കെ വയ്ക്കുമ്പോൾ ആ ബോക്സിൻ്റെ ആ ഷേപ്പ് പോവാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇതൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. ഇവിടെ വൈറ്റ് പേപ്പേഴ്സിന് പകരം നമുക്ക് വേറെ ഏതെങ്കിലും കളർ പേപ്പേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോക്സ് കവർ ചെയ്തെടുക്കാം. അത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. പിന്നെ വൈറ്റ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ്. ഈ ബോക്സ് കവർ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ 3 സൈഡ് മാത്രം കവർ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ വോളിൽ ഏത് സൈഡാണ് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സൈഡ് നമ്മൾ കവർ ചെയ്യാതെ വിട്ട് ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് വോളിൽ ഒട്ടിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇതുപോലെ ബോക്സ് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം ബോക്സിന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോട്ട് ഡിസൈൻസ് ആണ് ചെയ്ത് കൊടുക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് അക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വളരെ കുറച്ച് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കളറാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ആ 2 കളറും നമ്മൾ മാറി മാറി ഇതുപോലെ ഡോട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടിഷ്യൂ ബോക്സിന്റെ 3 സൈഡും നമ്മൾ ചെയ്തു കൊടുക്കണം. ഈ ഒരു ഡിസൈൻ കാണാൻ വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാനും പറ്റാവുന്ന ഒരു ഡിസൈനാണ്. ടിഷ്യൂ ബോക്സിന്റെ 3 സൈഡും ഇതുപോലെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്യണമെന്നില്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി നമുക്ക് എങ്ങനെയാണോ വോളിൽ സെറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വോളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ ആ ചൂടോട് കൂടി തന്നെ ഡയറക്റ്റ് ആയിട്ട് വോളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം.
ഇവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കറും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം അതിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഗ്ലൂ ഗൺ ആണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ടിഷ്യൂ ബോക്സ് ആണെങ്കിലും താങ്ങാൻ പറ്റും അതിന്. ഞാനിപ്പോൾ വാട്ടർ ഗ്രോയിങ് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെക്കരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ടൊരു ഹാഫ് വരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ടിഷ്യൂ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഇതുപോലെ കുറേ നാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. നമ്മൾ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം ഇതുപോലെ തന്നെ ഇരിക്കും. അതായത് നമ്മൾ ഒരുപാട് വെയിറ്റ് ഉള്ള സാധനങ്ങൾ വെക്കാതെ ഇതുപോലെ കുറച്ച് പേപ്പർ, ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, എല്ലാം പ്ലാസ്റ്റിക് ആയിട്ടുള്ള കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാൾ നിൽക്കും. പിന്നെ ഇതുപോലെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കപ്പ് എടുക്കുക. അത് ഒരു ബോക്സിൽ ഒരെണ്ണം വെച്ച് സെറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുപാട് കാലം നമുക്ക് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ടിഷ്യൂ ബോക്സസിന്റെ എണ്ണവും അതിന്റെ സെറ്റിങ്സും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതൊരു കൊറിഡോറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 4 ടിഷ്യൂ ബോക്സസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ടിഷ്യൂ ബോക്സ് വെച്ചിട്ട് ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു നൈറ്റ് ലാമ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ ബോക്സ് ആദ്യം എടുത്തതുപോലെ തന്നെ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു 3 സൈഡ്, ബാക്ക് സൈഡ് ഒഴിച്ച് ബാക്കി 3 സൈഡിലും ഇതുപോലെ ഒരു ചെറിയ ഹോൾസ് ഉണ്ടാക്കുക. ഇവിടെ നമുക്ക് ടിഷ്യൂ ബോക്സ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ ഒരു ടിഷ്യൂ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും കാർഡ്ബോർഡ് ബോക്സ് യൂസ് ചെയ്യാം. കുറച്ച് ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഓഫ് കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടായിരിക്കും. അങ്ങനെയുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ടിഷ്യൂ ബോക്സിന്റെ 3 സൈഡും ഒരുപാട് ചെറിയ ഹോൾസ് നമ്മൾ ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹാർഡ് പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ബോക്സിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അത് ഈ ഒരു ടിഷ്യൂ ബോക്സിന്റെ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ലെങ്ത് എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിന്റെ സെന്റർ നോക്കി ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിന്റെ റൂഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹാർഡ് പേപ്പർ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി ആ ഒരു ഹാർഡ് പേപ്പർ നമ്മൾ ഏതെങ്കിലും കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഹാർഡ് പേപ്പറിന്റെ 2 സൈഡ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നും കൂടി നമ്മൾ അതൊന്ന് സെന്റർ നോക്കി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി നേരത്തെ നമ്മൾ ഹോൾസ് സെറ്റ് ചെയ്ത് വെച്ച ടിഷ്യൂ ബോക്സ് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഹാർഡ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ആ റൂഫ് ഇവിടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിന്റെ റൂഫ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ടിഷ്യൂ ബോക്സിനെക്കാട്ടും കുറച്ച് ഒരു എക്സ്ട്രാ ഭാഗം പുറത്തേക്ക് നിൽക്കാൻ പാകത്തിന് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 പീസ് വൈറ്റ് പേപ്പർ എടുക്കുക. പിന്നെ അതൊരു ക്രാഫ്റ്റ് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം.
ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ ഹോൾഡർ വിത്ത് നൈറ്റ് ലാമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഏതെങ്കിലും ഒരു സോക്കറ്റ് ഉള്ള ഒരു ഭാഗത്ത് അത് പേസ്റ്റ് ചെയ്യാം. അതിനായിട്ട് അതിന് ബാക്ക് സൈഡിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ വോളിൽ അത് പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഈ ഒരു ഒറ്റ ടിഷ്യൂ ബോക്സ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ ഹോൾഡറും പിന്നെ ഒരു നൈറ്റ് ലാമ്പും റെഡിയാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഹോൾഡർ ആണ്. അത് നമുക്ക് സോക്കറ്റ്സിന്റെ അടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഫോൺസ് അതിൽ ഇറക്കി വെച്ച് യൂസ് ചെയ്യും. പിന്നെ സെക്കൻഡ് യൂസ് എന്ന് പറയുന്നത് നൈറ്റ് ലാമ്പ് ആണ്. നമുക്ക് LED ലൈറ്റ് സ്ട്രിങ് അതിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ എന്നിട്ട് കണക്ട് ചെയ്യുമ്പോൾ രാത്രി ഈ ഒരു വ്യൂ ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതൊരു നല്ലൊരു നൈറ്റ് ലാമ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഇതുപോലത്തെ ഒരുപാട് മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് വീണ്ടും അത് റീയൂസ് ചെയ്ത് നമ്മുടെ ഹോം ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെയുള്ള ടിഷ്യൂ ബോക്സസോ കാർഡ്ബോർഡ് ബോക്സസോ ഒക്കെ കിട്ടുമ്പോൾ കളയാതെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള ഹോം ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.